എൻഡിൽ പോർഷൻ ആണോ? എൻഡിൽ പോർഷൻ ഈ പൂജ ഹെഗ്ഡെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ മോണിക്കയുടെ ഹുക്ക് സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടിട്ട്. അമൃത എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുത്തേ? നമ്മള് ആവശ്യമല്ലേ സഹോദര, പഠിക്കണ്ടേ? സമാനമായിട്ട് എനിക്ക് കുറച്ച് വോട്ട് തരായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, സ്പെസിഫിക് ക്ലിപ്പ്, അത് കാണുമ്പോൾ ക്രിഞ്ചാണോ ഫീൽ ചെയ്യുന്നത്? ക്രിഞ്ചൊന്നും അല്ല, ഇപ്പോഴതേ സങ്കടമുണ്ട്. അല്ല അങ്ങനെയല്ല, സങ്കടമല്ല. പക്ഷെ അന്ന് അതെന്റെ സത്യസന്ധമായിട്ടുള്ള വികാരമാണ്. അന്ന് ഡുവോർഡേ ആയിരുന്നു അല്ലേ? ഡുവോർഡേ ആയിരുന്നു. ഓരോ എന്റെ കാലഘട്ടത്തിൽ കൂടെ ഞാൻ എക്സ്പ്രസ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് എന്റെ 100% ഉള്ള വികാരമാണ്. അതിന് ഞാൻ പുറകോട്ട് ഇരിഞ്ഞ് കളിയാക്കിയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണ്ടാകുമ്പോൾ അപ്പം നടുവിടാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സോളോ ട്രാവലർ ആയി മാറിയത്. എൻ്റെ മ്യൂസിക് എൻ്റെ അനുഭവമാണ്. ഒരിക്കൽ ഡാപ്സി ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഡാപ്സി എന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഡാപ്സിയോട് നിനക്കത് ചെയ്യാൻ പറ്റും എന്നിട്ട് എനിക്കൊരു ചെറിയ മോട്ടിവേഷൻ തന്നൊരു തീ കൊളുത്തി പോയിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് മാത്രമായിട്ട് എന്തിനാ ട്രൈ ചെയ്യാണ്ട് വെക്കുന്നത്? Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോഴേ ഈ ആളുകളെ കയ്യിലെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ഇപ്പം ഡിപ്പർ ഡിമാങ്ങിനൊക്കെ തുടക്കം അതിന്റെ ബീറ്റ് അധികം ക്ലാപ്സിലൂടെ ആയിരിക്കും പറയാം, പിന്നെ ആളുകളായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പിന്നെ ഒരു ബോണ്ട് ബിൽഡ് ചെയ്തെടുത്ത് അങ്ങനെ പതുക്കെയാണല്ലോ ഈ എല്ലാവരും ചൊല്ലുന്നതിന്റെ ആ ബീറ്റിലേക്ക് കടക്കുന്നത്. അതിന് മുമ്പ് ഒരു നിങ്ങളുടെ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ആളുകളായിട്ട്. ലൈവ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കാണാറുണ്ടല്ലോ. അപ്പൊ ഇതുണ്ടല്ലോ സമാനമായിട്ടുള്ള ഒന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം നാക്കി നാക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് ഒരു ബിൽഡ് ചെയ്യണത് ഭയങ്കര രസമായിട്ടാണ്. അതുപോലത്തെ ഒരു കാര്യമാണ് അമൃതയിൽ അന്ന് ആ ഒരു പെർട്ടിക്കുലർ സോങ്ങിൽ നമ്മൾ കാണുക. അതിൻ്റെ അതൊരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള പാട്ടുമാണല്ലോ. ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഒരു അമൃത ഉണ്ടല്ലോ, സെറ്റ് സാരി എടുത്ത് അങ്ങനെ അംഗചലനങ്ങളൊന്നും ഇല്ലാതെ പാട്ട് പാടുന്ന ഒരാൾ, അതായത് ഇങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ മൂവ്മെന്റ്സ് ഒന്നുമില്ല. എളുപ്പമാണ് ഇങ്ങനെ മൊത്തത്തിൽ മാറാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു സ്കൂളിംഗ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു മോൾഡിംഗ് ആണ്. ഞാൻ റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് എനിക്ക് 16-17 വയസ്സുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നാദിർ ഷെയ്ഖയുടെ കൂടെ ഞാൻ ഷോസിന് പോവായിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടി സിംഗറായിട്ട്, ചൈൽഡ് സിംഗറായിട്ട് നാദിർ ഷെയ്ഖ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാടുമ്പോൾ ഒരു കുഞ്ഞു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ കറങ്ങും. അവിടെ നിന്ന് അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് പോവില്ല, എനിക്ക് പേടിയാ. അത് എത്ര അടിപൊളി ഏമേരതിൽ പാടിയാലും ഞാൻ അവിടെ തന്നെ നിന്ന് പാടുള്ളൂ. അങ്ങനെ ഇവരൊക്കെ എന്നെ പമ്പരം എന്നാ പേരിട്ടത്. ഒരേ സ്ഥലത്ത് നിന്ന് കറങ്ങുക. അപ്പോൾ അതിങ്ങനെ പതുക്കെ ബ്രേക്കായി വന്നത് ഐഡിയ റിയാലിറ്റി ഷോ ആണ് ബേസിക്കലി. അതിനുശേഷം പിന്നെ സ്റ്റേജ് എനിക്കൊരു എന്താ പറയാ, സ്റ്റേജ് എനിക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരു സ്പേസ് ആണ്. അപ്പോ ബാൻഡ് വന്നപ്പോഴാണ് കുറച്ചുകൂടി തുറന്നത്. നമ്മളുടെ സ്ഥലമല്ലേ. അപ്പോൾ എഗെയിൻ ഈ കൊച്ചിലേ തുടങ്ങി സ്റ്റേജ്, അച്ഛൻ മ്യൂസീഷ്യൻ ആയതുകൊണ്ടും അച്ഛൻ്റെ കൂടെ ഞാൻ വലിയ മ്യൂസീഷ്യൻസിൻ്റെ പരിപാടിക്കൊക്കെ പോവും. അച്ഛൻ എന്നെ അവരുടെ പരിപാടിയിലൊക്കെ ഒരു പാട്ട് പാടിപ്പിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്പെഷ്യലി നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ ഓരോരുത്തരുടെ പ്രോഗ്രാംസും കാണുമ്പോൾ അവരിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കേണ്ട ഷോ, അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്നെ ഭയങ്കര ഫാസിനേറ്റ് ചെയ്യുമായിരുന്നു. ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ടിലേക്ക് ഈ ലീഡ് പാടുന്ന ആള് തന്നെയാണല്ലോ ഈ ഫുൾ സംഭവത്തിന്റെ ഒരു ഹെഡ് ഫാക്ടർ വരുന്നത്. അപ്പോൾ പാടുന്ന ആള് തന്നെ അടുത്ത പാട്ട് BGM അടുത്ത റെഡി അല്ലേ ചോദിക്കുന്നു, ടോക്ക് ബാക്കിൽ കൂടെ. ഇതൊക്കെ എന്നെ ഭയങ്കര കൗതുകപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അത് നമ്മളുടെ ഒരു സ്പേസിൽ നമ്മളുടെ ബാൻഡിലേക്ക് വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എനിക്കത് ഇപ്പോഴും. പക്ഷേ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഷോ കണ്ട ആള് കൂടിപ്പോയാൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ചിത്രയോ ജനഗമ്യൊക്കെ പാടുന്ന പോലെ ഉണ്ടാവുള്ളൂ അമൃത വിചാരിക്കുക. പക്ഷെ ഇപ്പൊ കാണുമ്പോ നമ്മുടെ ടൈലർ സ്വിഫ്റ്റ്, മോണിക്കയുടെ ഒരു വേറെ വേർഷൻ ഭയങ്കര ആഘോഷമായിട്ട് നാടോടുമ്പോ നടുവോ. പക്ഷെ നമ്മള് മെലഡി പാട്ടുകൾ പാടുമ്പോ നിന്ന് അങ്ങനെ തന്നെയാണ് പാടുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മാത്രം ഷോ ആയിക്കഴിഞ്ഞാലും ആളുകൾക്കും അത് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടുക.
അപ്പോൾ ഞാൻ എങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ, ഈ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിലത്തെ 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്നവരാ. അവിടെ നിന്ന് അവർക്ക് ഏറ്റവും ഹൈപ്പറിൽ തിരിച്ചു പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവര് നാളെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവർ ഹാപ്പി ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് ഇവിടെ വന്നിരിക്കണേ? എന്തോരം പ്രശ്നങ്ങൾ, എന്തോരം സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ആഗ്രഹം അത് ജെന്യുവിൻ ആയിട്ട് എനിക്ക് സ്റ്റേജിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ക്രൗഡിൻ്റെയും ഫേസ് കണ്ടു കഴിഞ്ഞാൽ അതെന്തോ ഒരു ബ്ലെസ്സിങ് ആണ്. എനിക്കത് അവരുടെ ക്രൗഡിനനുസരിച്ച് സംസാരിക്കാൻ പറ്റാറുണ്ട്, എല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് പോകാൻ പറ്റാറുണ്ട്. അതെനിക്ക് എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അതെനിക്കൊരു അഹങ്കാരം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സെമിൻ സാരെ കണ്ണ എന്നുള്ള പാട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കണ്ണ നിർവിളിക്കുന്നതിന്റെ അവിടെ കുറെ സംഗതികളൊക്കെ ഉണ്ടല്ലോ. എനിക്കതിന്റെ കാര്യങ്ങൾ അറിയില്ല, ടെക്നിക്കാലിറ്റി അറിയില്ല. പക്ഷെ ഈ സിനിമയുടെ അകത്തും ഈ പാട്ടിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്, പടയപ്പ എന്നുള്ള സിനിമയുടെ അകത്ത്. കാരണം ഈ നീലാംബരിക്ക് അത്ര കണ്ടൊരു ഇഷ്ടമാണ് പുള്ളിയുടെ അടുത്ത്. അതായത് പുള്ളിയെ കിട്ടിയേ പറ്റൂ, അങ്ങനെയുള്ള വലിയൊരു പ്രതികാര കഥയിലേക്കാണ് അത് പോകുന്നത്. അത്രയും എന്താ പറയാ, അത്രയും ക്രേവിംഗ് ഉള്ള ഒരു രീതിയിലാണ് ഈ കണ്ണ എന്നുള്ള വിളി നീലാംബരി പടയപ്പ നോക്കി വിളിക്കുന്നത്. അപ്പം സ്റ്റേജിൽ വിളിക്കുമ്പോഴും ഈ കണ്ണാവിളികളിലാണ് പലപ്പോഴും ആളുകളെ കയ്യിലെടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. സ്റ്റേജിന്റെ ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇതെങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീരുമാനിക്കുക? അതോ ഇതൊക്കെ സ്പോട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണോ? സ്റ്റേജിന്റെ കാര്യങ്ങളാണോ? കുറെയൊക്കെ നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെയൊക്കെ ആ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതൊരു എക്സ്പീരിയൻസും കൂടെയാണ് വിഷ്ണു. ഇത്രയും വർഷങ്ങളായിട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ഈ പാട്ട് പാടുമ്പോൾ അതിന്റെ ഒരു 50% ഔട്ട്കം എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റും. അതൊരു അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മറന്നുപോയി. ബീറ്റില് ആ ഒരു ഭാഗല്ലേ, ആ സാധനം ഒന്ന് പാടിക്കരുത് തരുമോ? എൻഡിൽ പോർഷൻ ആണോ? എൻഡിൽ പോർഷൻ. നമ്മള് ക്വസ്റ്റ്യൻ എന്താ? അതായത് ഈ ഇങ്ങനെയുള്ള ചില ഏരിയകൾ വെച്ചിട്ടാണല്ലോ ഈ ആളുകളെ കയ്യിലെടുക്കുക, അതിന് ആളുകളുടെ അടുത്തേക്ക് പോവുക, ആളുകളെ കൊണ്ട് അത് പാടിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഏരിയകൾ ഏതാണെന്ന് ഓൾറെഡി ഒരു ജഡ്ജ്മെന്റ് നമുക്കൊരു ഐഡിയ ആദ്യമേ ഉണ്ടാവും, കുറച്ചൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടാവും. പിന്നെ സ്റ്റേജിൽ വരുമ്പോ ചിലപ്പോ ഈ വിചാരിച്ച സംഭവം ഒന്നും ആയിരിക്കില്ല, ചിലപ്പോ ഇതൊന്നും വർക്കാവൂലായിരിക്കും. അപ്പൊ നമ്മള് നയം മാറ്റുക. ചിലപ്പോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്കാവും, അപ്പൊ വീണ്ടും നയം മാറ്റുക. സോ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്പീരിയൻസ് തന്നെയാണ്. നവ്യനായരുടെ അടുത്ത് സംസാരിക്കുമ്പോ അവർ ഏറ്റവും ജാള്യതയോട് കൂടിയിട്ട് വെച്ചാൽ ഇപ്പൊ ചിരിയാണ്, പക്ഷെ അന്ന് അതായിരുന്നു, അതില്ലെങ്കിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുമെന്നൊക്കെ ചേച്ചിയോട് വലിയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പറ്റി ഒരുപാട് എക്സ്റ്റൻസീവ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് അടങ്ങുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ് വിഷ്ണു എന്നാണ് എന്നോട് പറയുന്നത്. ക്രിഞ്ചിന്റെ എക്സ്റ്റീവാണ്. സമാനമായിട്ട് എനിക്ക് കുറച്ച് വോട്ട് തരായിരുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, സ്പെസിഫിക് ക്ലിപ്പ്, അത് കാണുമ്പോൾ ക്രിഞ്ചാണോ ഫീൽ ചെയ്യുന്നത്? ക്രിഞ്ചൊന്നും അല്ല, ഇപ്പോഴതേ സങ്കടം ഉണ്ട്. അല്ല, അങ്ങനെയല്ല, സങ്കടമല്ല. പക്ഷെ അന്ന് അതെന്റെ സത്യസന്ധമായിട്ടുള്ള വികാരമാണ്. അന്ന് ഡുവോർഡേ ആയിരുന്നു അല്ലേ? ഡുവോർഡേ ആയിരുന്നു. ഓരോ എന്റെ കാലഘട്ടത്തിൽ കൂടെ ഞാൻ എക്സ്പ്രസ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് എന്റെ 100% ഉള്ള വികാരമാണ്. അതിന് ഞാൻ പുറകോട്ട് ഇരിഞ്ഞ് കളിയാക്കിയിട്ട് എന്താ കാര്യം? അന്ന് എനിക്ക് അത് ഏറ്റവും വലുതായിരുന്നു. മാത്രമല്ല, ഞാൻ ഫിനാലേക്ക് ഉണ്ട് എന്നുള്ള ഉറപ്പിൽ ഞാൻ ഫിനാലയുടെ ഡ്രസ്സ് തയ്പ്പിച്ചു, ഫിനാലേക്കുള്ള പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം എനിക്കിങ്ങനെ ഇത് തരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എന്നെ പറ്റിച്ച് തിരിച്ചു വാങ്ങുമായിരിക്കും എന്ന്. അത്രയും കോൺഫിഡന്റ്, കാരണം മാർക്ക് വൈസ് ഞാൻ സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഈ വോട്ട് കൊണ്ട് പോകുന്നുള്ള ഒട്ടും വിചാരിക്കണില്ലല്ലോ. അപ്പൊ അത് ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയ നിമിഷമായിരുന്നു. ഇപ്പൊ ഓൺ കോമ്പോസിഷൻസ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. അമൃത എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓൺ ബ്രാൻഡും കൂടിയാണ്, പെർഫോമറാണ്, വലിയ വലിയ ഇപ്പം ആൻഡ്രിയയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, എ.ആർ. റഹ്മാൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അവിടെ നിന്നാണല്ലോ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതായത് പണ്ട് ഈ എല്ലാവരും ചൊല്ലുന്നു എന്നുള്ള കപ്പ TV-യുടെ പരിപാടിയുടെ അല്ല, ഇപ്പം നമ്മുടെ ലെവൽ മാറി. നമ്മളിന്ന് ആളുകൾ പ്രതീക്ഷകൾ കൂടുതലാണ് ആളുകൾക്ക്. അപ്പം ഇപ്പോൾ പണ്ട് ആളുകൾ നിരന്തരമായിട്ട് വർക്ക് ഇറക്കുന്നത് കുറയ്ക്കുമല്ലോ, കുറച്ചുകൂടി റിഫൈൻഡ് ആക്കുമല്ലോ. അങ്ങനെ റിഫൈൻഡ് ആവാനൊക്കെ ശ്രമമുണ്ട്. അതിപ്പോഴും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. മനസ്സിൽ തോന്നുന്നത് ഒതന്റിക് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോണു, അത്രേ ഉള്ളൂ. അതിൽ വലിയ വലിയ ചിന്തകളൊക്കെ വെച്ചിട്ടൊന്നും.
ഈ വേൾഡ് മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വിധം ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇപ്പം ഞാൻ നമ്മുടെ ആര്യദയാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവർ ഗ്ലോബ് എടുത്ത് അങ്ങ് കറക്കുകയാണ്. എന്നിട്ടൊരു കൺട്രിയിൽ ടച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. അങ്ങനെ അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വർക്കിനൊക്കെ മിഡിൽ ഈസ്റ്റിലെ കുറേ മ്യൂസീഷ്യൻസിനൊക്കെ ആയിട്ടാണ് അവർ കൊളാബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ അവർ ഇൻസ്പിറേഷൻസ് ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ നള്ളി ജമീലയുടെ ഒരു പുസ്തകം വായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ ഇത് സെക്സ് വർക്കറിന് എന്താ പറയാനുണ്ടാവും, അതാണ് അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എവിടെ നിന്നൊക്കെയാണ് ഇൻസ്പിറേഷൻസ് വരുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ലൈക്ക് സോളോ ട്രാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എന്തെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണ്ടാകുമ്പോൾ അപ്പം നടുവിടാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സോളോ ട്രാവലറായി മാറിയത്. അപ്പം ഓരോരുത്ത് പോകുമ്പോൾ, ഓരോരെ കാണുമ്പോൾ, ഓരോ നാഷണാലിറ്റീസിലെ ആളുകളെ കാണുമ്പോൾ, അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, അങ്ങനെ എൻ്റെ മ്യൂസിക് എൻ്റെ അനുഭവമാണ്. എൻ്റെ മ്യൂസിക്കിലുള്ള ഓരോ ഫീലും ഓരോ ഇതും എൻ്റെ ജീവിതാനുഭവമായിട്ട് ആണ് എനിക്ക് എപ്പോഴും ബന്ധപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അതിനെ ചുറ്റിപ്പറ്റിട്ടാണ് എൻ്റെ സംഗീതം നിൽക്കുക. എന്ന് വെച്ചാൽ വേൾഡ് മ്യൂസിക് ഡെഫിനറ്റ്ലി നമ്മൾ ലിസണിങ് ഉണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷൻസിനോടും ഒരു പ്രത്യേക ഫാസിനേഷൻ തോന്നാറുണ്ട്. ഇപ്പം ഇന്ത്യൻ മ്യൂസിക് അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പോപ്പുലറൈസ് ആവുകയും കുറച്ചുകൂടി ആളുകളിലേക്ക് കണക്ട് ആവും, ആളുകൾ ഉപയോഗിക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ F1 ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു RR പരിപാടി ഹാൻസപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ പടത്തിൻ്റെ രീതിയിലാണ്. അതിൻ്റെ ഒരു മ്യൂസിക്കും അല്ലെങ്കിൽ ഹീറോ ബിൽഡപ്പും ഒക്കെ, അല്ലെങ്കിൽ വില്ലൻ്റെ മ്യൂസിക് സൈഡൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ എഡ് ഷീറൻ ഇന്ത്യയിൽ വന്നിട്ടൊരു ആൽബം ചെയ്യുന്നു, അത് ചാർട്ട് ബേസ്റ്റർ ആവുന്നു. അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഹനുമാൻ കൈൻ്റെ ഇപ്പോൾ ഇന്ത്യ ഒന്നും വേണ്ട, പുള്ളി നേരെ അമേരിക്കയിൽ അവിടെ പോയി ടോപ്പ് അടിക്കാൻ തുടങ്ങി. അവിടുത്തെ ബിൽ ബോർഡിലൊക്കെയാണ് പുള്ളി ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ മ്യൂസിക്കിന് അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് കുറച്ചും കൂടി വാല്യൂ ഉണ്ട്, കുറച്ചും കൂടി വിസിബിലിറ്റി ഉണ്ട്, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഏതൊരു ഔട്ട്സൈഡ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനും ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡിക്ഷണറിയാണ്. അതായത് നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര ടൈപ്പ് ഓഫ് ഏതൊക്കെ ഫോക്ക് ലോർ എടുക്കാം. കേരളം പിന്നെയും റിഫൈൻ ചെയ്ത് ഫോക്ക് എടുക്കുക. ഓരോ സ്ഥലത്തെ ഫോക്കിനും ഓരോ ടേസ്റ്റാണ്. അത് ഇനി ക്ലാസിക്കലിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ പാടുന്ന ഗമകങ്ങളൊക്കെ അവർക്ക് അത്ഭുതമാണ്. നമ്മൾ പാടുന്ന തിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഫോറിനേഴ്സ് ഒക്കെ ഇത് എങ്ങനെയാണെന്നുള്ളൊരു സംഭവം അവർക്ക് നമ്മളുടെ മ്യൂസിക് എപ്പോഴും ഒരു അത്ഭുതമാണ്. നമ്മുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും നമ്മളുടെ പാടുന്ന ശൈലിയാണെങ്കിലും. അപ്പം ഇന്ത്യൻ മ്യൂസിക്കിന് എപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും. നമ്മൾ വേറൊരാളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വേർ ആർ യു ഫ്രം ചോദിക്കുമ്പോൾ ഐ ആം എൻ ഇന്ത്യൻ മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ ഓ മൈ ഗോഡ്, സോ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് യു പ്രൊഡ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊക്കെ ഭയങ്കര ഫാസിനേഷനാണ്. ഇപ്പോൾ ക്ലാസിക്കൽ ആണെങ്കിൽ തന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഉണ്ട്, ഹിന്ദുസ്ഥാനിയിൽ തന്നെ ഒരുപാട് ഖരാനാസ് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ ഇവർക്ക് അത്ഭുതമാണ്. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആർക്കും അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. മറ്റേ KGF ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ സ്വർണ്ണപ്പെട്ടി അവർ ചില്ലറയിടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെ, അങ്ങനെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഈ പറഞ്ഞ മാതിരി നമ്മളുടെ മ്യൂസിക്കിനെ പുറത്തേക്ക് കൊണ്ടുവരാനും ഞാനൊരു സ്വീഡൻ മ്യൂസിക് കമ്പനിയായിട്ടൊരു പ്രോജക്റ്റ് റീസെൻ്റ്ലി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതേമാതിരി ഒരു നമ്മളുടെ മ്യൂസിക് ആൻഡ് ഇംഗ്ലീഷ് മ്യൂസിക് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ്. അത് ഞാൻ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇറ്റ്സ് അബൌട്ട് ടു കം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ റാപ്പ് മ്യൂസിക് വലിയ രീതിയിൽ സീൻ പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നമുക്ക് വേടനുണ്ട്, ഡാപ്സി ഉണ്ട്. ഇപ്പോൾ തമിഴിൽ നിന്ന് അറിവും ഹിപ്ഹോപ്പ് തമിഴൊക്കെ അത് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് അത് കുറച്ച് ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആളുകൾ എല്ലാ സ്ഥലത്തും പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു സാധാരണ പണ്ടുണ്ടായിരുന്ന ഗാനമേള ഫോളോയിങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയ ഫോളോയിങ്. ഇപ്പോൾ ഫെജോൻ്റെ ഒക്കെ ആരാധകർ ഒരുപാടാണ്. ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, ആ സൈഡിലുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൻ്റെ ഗ്രോത്ത്, അത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അതൊരു ഒരു ശാഖയാണല്ലോ. ലൈക്ക് എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല, പക്ഷെ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. റീസെൻ്റ്ലി അഗൈൻ ഒരു ജോയൽ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ ഉണ്ട്. പുള്ളി ഒരു തമിഴ് റാപ്പറാണ്, റഹ്മാൻ സാറിൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ റാപ്പ് എനിക്ക് പാടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഡാപ്സി
ഇങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് രാബ്സി എന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചു. അപ്പോൾ രാബ്സിഡി നിനക്കത് ചെയ്യാൻ പറ്റും എന്നിട്ട് എനിക്കൊരു ചെറിയ മോട്ടിവേഷൻ തന്നൊരു തീ കൊളുത്തി പോയിട്ടുണ്ട് അവൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ ജോയിലും ഞാനുമായിട്ടൊരു റാപ്പ് ബേസ്ഡ് ഒരു സാധനം കമ്പോസ് ചെയ്ത് റിലീസ് ചെയ്യണം എന്നൊരു അറ്റംപ്റ്റ് നടത്താനുള്ള ഇത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ശാഖ ഇഷ്ടമാണ്. ഇതൊരു സംതിങ് ന്യൂ അല്ലേ, പുതിയൊരു സംഭവം അല്ലേ, ഞാൻ ഒട്ടും വർക്ക് ചെയ്യാത്തത് ഒട്ടും അറിയാത്തതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി മേ ബി ഈ വർഷം തന്നെ ഒരു ഞാനും ജോവും കൂടെ ഉള്ള ഒരു പ്രോജക്റ്റ് വരും. അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് മാത്രമായിട്ട് എന്തിനാ ട്രൈ ചെയ്യാണ്ട് ചെയ്യുമ്പെല്ലാം ചെയ്യണം. ഈ വേടന്റെ വരികളുണ്ടല്ലോ, അപ്പൊ അതിനിപ്പോ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒരു പക്ഷേ ലളിതമായിട്ടുള്ള ഒരു വരികൾക്ക് അവാർഡ് കിട്ടിയത് സമീപഭാവിയിലാതായിരിക്കും. ഇപ്പൊ വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം, കുടിച്ച കള്ള് കള്ളാമൊന്നും പറയില്ലട, അതൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണല്ലോ. അത് വെച്ചിട്ട് വരികൾ ഉണ്ടാക്കുക, വേടന്റെ വരികൾ അല്ലെങ്കിൽ വേടന്റെ ഐഡിയോളജിയെ അത് കാണുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? ആ ടാലന്റ് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഈ വരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വരികൾ എന്തിനാ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. നമ്മളൊരു ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കത് ഒരാൾ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ വേടന്റെ വരികൾക്ക് അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എത്രയോ പേർക്ക് അത് ഒരുപാട് കാവ്യാത്മകമായിട്ട് വേണം എന്നുള്ളതില്ല. ഒരു മനസ്സിന് അതിനെ അനക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ സക്സസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. വലിയ കവിതയൊക്കെ എഴുതിയിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ എന്താക്കാനാ അല്ലേ. ഈ ഫോക്ക് സോങ്സ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാരും ചൊല്ലണ് അല്ലെങ്കിൽ പിന്നെ ആലയിലോ പോലെയോ ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ സ്റ്റേജിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഇംപ്രവൈസേഷൻസ് ചെയ്യുമല്ലോ. അപ്പൊ അടിയിൽ ചെയ്യുന്ന കമന്റുകൾ വരുമല്ലോ, നാടൻ വൈബ് നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്റ്റേജ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെയാ നോക്കി കാണുന്നത് ഇങ്ങനത്തെ കമന്റുകളെ? അല്ലെങ്കിൽ എന്താ അറിയോ, ഈ കമന്റ് പറയുന്ന ആളുകൾ തന്നെയാണ് സ്റ്റേജിൽ വന്നിട്ട് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നതും. അതുകൊണ്ട് ഞാനിങ്ങനെ അല്ലെങ്കിൽ ഇവരെന്തിനാ നമുക്ക് ആ നാടൻ പാട്ടായിട്ട് സ്റ്റേജിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നാടൻ പാട്ടിനെ ഇപ്പൊ നമ്മുടെ ഒരു ബാൻഡിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എന്നാൽ നമുക്ക് നാടൻ പാട്ട് ആളുകൾക്ക് ഇഷ്ടമാണെന്നും ഞങ്ങൾക്കും ഇഷ്ടമാണെന്നും ഞങ്ങൾക്കത് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ ഡ്രംസും കീസും ഗിറ്റാറും വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ നാടൻ പാട്ടായിട്ട് പ്രസന്റ് ചെയ്യും? അതിന് നമ്മുടെ രീതിയിൽ ഇതിനൊരു വേറെ കളർ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനെയാണല്ലോ ഒരു ഇതെന്ന് പറയുന്നത്. നാടൻ പാട്ടായിട്ട് പാടാൻ എത്രയോ വലിയ നാടൻ പാട്ട് ആളുകളുണ്ട് പിന്നില്ലേ. അപ്പൊ അതിന്റെ ഒരു പുതിയൊരു സാധനമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലാത്തൊരു സംഭവം. ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. അത് മലയാളികളുടെ ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നെ മലയാളികളെ എന്റെ ടാർഗറ്റ് ചെയ്യുന്ന മലയാളികളായതുകൊണ്ട് തന്നെ അതെ വെറുതെ. അപ്പൊ ഈ പിഴ സോങ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാട്ടുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ട്യൂണിങ് കമ്പോസിങ് ഒക്കെ ആ ഒരു ആട്ടവും ആ ഒരു ഇതിലാണ്. എന്നാ അതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ട്യൂൺ കമ്പോസിങ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അഗെയിൻ ഞാനത് സംസാരിക്കാൻ പോകുന്നത് ആ സർപ്പപ്പാട്ട് കേൾക്കുന്ന ആളുകളോടല്ല, അല്ലെങ്കിൽ ആ ഫോക്ലോർ മാത്രം കേൾക്കുന്ന ആളുകളോടല്ലല്ലോ ഞാൻ ഈ പാട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജനറേഷൻ, എൻ്റെ താഴെയോ മുകളിലോ ഉള്ള ആളുകളോടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് ഈ ഒരു ജനറേഷൻ മ്യൂസിക് ഇട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിഴ അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കുറച്ച് ട്രാൻസും കൂടെ ഉണ്ട്. ഒരു ഡാർക്ക് ട്രാൻസിലേക്കാണ് അതിന്റെ ഒരു ട്രാൻസിഷൻ പോകുന്നത്. ഇപ്പൊ നിൽക്കുന്ന ഒരു അമൃതനുണ്ടല്ലോ, വളരെ കളർഫുൾ ആയിട്ട് വൈബ് ചെയ്ത്. ഇപ്പൊ മോണിക്ക പാട്ടിന്റെ ഞാൻ അന്നും ആഗ്രഹിച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു. പക്ഷെ എനിക്ക് അറിയണ്ടായിരുന്നു, എനിക്ക് പറ്റില്ലായിരുന്നു. എന്തറിയോ, എഗെയിൻ അത് അനുഭവം, നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മളത് ഇന്നലത്തെ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്ത പോലെ ആയിരിക്കില്ല ഡെഫിനറ്റ്ലി നാളത്തെ സ്റ്റേജിൽ പെർഫോം ചെയ്യുക. കാരണം ഒരു ദിവസത്തെ എക്സ്പീരിയൻസും കൂടെ, ഒരു ടൈപ്പ് ഓഫ് ആളുകളെയും കൂടെ നമ്മൾ കണ്ടു. അപ്പൊ അതിങ്ങനെ കൂടിക്കൂടിയല്ലേ വരിക. അപ്പൊ ആദ്യത്തെ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണ്. പക്ഷെ എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്ത ആർക്കെങ്കിലും ഇഷ്ടാവോ, ചെയ്ത തെറ്റിപ്പോവോ, ഇതൊക്കെ നമ്മള് അങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഈ പൂജ ഹെഗ്ഡെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ മോണിക്കയുടെ ഹുക്ക് സ്റ്റെപ്പ് പഠിക്കാൻ വേണ്ടിട്ട്. അമൃത എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുത്തേ? നമ്മള് ആവശ്യമല്ലേ സഹോദര, പഠിക്കണ്ടേ, പോയാണത്
ബേസിക്കലി കുറെ കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ ഒരു വൈബിനനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്യുന്നതാണ്. നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ആളുകൾക്ക് ഇഷ്ടാവുന്ന ഒരു കാര്യമാണ്, അവർക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാന്നുള്ളതാണ്. അപ്പം അവര് ആഗ്രഹിക്കുന്നുണ്ടാവും അത്. അപ്പൊ അതെങ്ങനെ നമ്മളൊരു അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോവും. ഇപ്പോൾ ഒരുപാട് മ്യൂസീഷ്യൻസിൻ്റെ, ഒരുപാട് സിംഗേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ കുറെ ആളുകളുടെ ചൈൽഡ്ഹുഡ് തന്നെ വേറെ രീതിയിൽ ഷെയ്പ്പ് ചെയ്ത ഒരു മനുഷ്യനാണ് A.R. റഹ്മാൻ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സൗണ്ടിങ് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇളയരാജ അല്ലെങ്കിൽ ദേവയുടെ ഒക്കെ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കുറെ പ്ലഗ് ഇൻ സോങ്സ്, മൈക്കിൾ ജാക്സന്റെ ഇൻഫ്ലുവൻസ് ഉള്ള കുറെ പാട്ടുകൾ ഓർത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് വരുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ എൻട്രി. അദ്ദേഹത്തിൽ നിന്ന് ഇപ്പം അദ്ദേഹമായിട്ട് ക്ലോസ് ചെയ്തിട്ട് കുറച്ചായി വർക്ക് ചെയ്യുന്നു, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിൽ നിന്ന് പേഴ്സണൽ ലൈഫിലേക്കും അല്ലെങ്കിൽ കരിയറിലേക്കും ഈ രണ്ട് കാര്യങ്ങളിലേക്കും ചേർത്ത് വെക്കാൻ തോന്നിയിട്ടുള്ള രണ്ട് എലമെന്റ്സ് എന്തായിരിക്കും? സാറിൻ്റെ മ്യൂസിക്കിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കോൺസേർട്സ് ചെയ്യണ സമയത്ത് ഇപ്പം ആ ഷോയിൻ്റെ ഹെഡ് സാറാണല്ലോ. അപ്പം നമ്മളും നമ്മളുടേതായ ചെറിയ അമൃതംഗമേ അവിടെയും നമ്മളാണല്ലോ അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ ഒരു ഹോൾ ഇവന്റ് കൊണ്ട് നടക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സാർ അഗൈൻ ഒരു വലിയ ഡിക്ഷണറിയാണ്. സാർ ഒരാൾ ഇരുന്നിട്ട് അവിടെയുള്ള എല്ലാ മ്യൂസീഷ്യൻസിനെയും വായിക്കുന്നത് ശ്രദ്ധിക്കും, ലൈറ്റ്സ് ശ്രദ്ധിക്കും, ബാക്കിൽ LED ശ്രദ്ധിക്കും, ലിറിക്സ് പോകുന്ന സ്ക്രീൻ ശ്രദ്ധിക്കും, ഓരോ ടെക്നീഷ്യൻസിനും സാറിൻ്റെ എല്ലാത്തിലും ഇൻവോൾവ് ആവും. സാറ് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഡാൻസസ് ഇവിടെ വരണം, ഈവൻ കൊറിയോഗ്രാഫിയിൽ വരെ സാറ് ഇൻവോൾവ് ആണ്. ഐ മീൻ ലൈക്ക് അത് നമുക്കുണ്ടല്ലോ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഓരോ മ്യൂസീഷ്യൻസിനും സാറ് കൊടുക്കുന്ന പ്രയോറിറ്റി. ഇപ്പം ലാസ്റ്റ് ഷോ ചെന്നൈയിൽ ചെയ്തിരുന്ന കോൺസേർട്ടിന് സാറ് എല്ലാ മ്യൂസീഷ്യൻസിനും എന്താ പറയുക ഇൻഡിവിജ്വൽ പെർഫോമൻസ് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് എല്ലാവർക്കും അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതേമാതിരി ഇപ്പോൾ നമ്മളൊരു 2:30-3:30 വരെയൊക്കെ റിഹേഴ്സൽ സൗണ്ട് ചെക്കൊക്കെ ഉണ്ടാവും വെളുപ്പിന്. അത് കഴിഞ്ഞ് ഡാൻസ് റിഹേഴ്സൽ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വെളുപ്പിന് വരെ ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ട്, സാറടക്കമുള്ള എല്ലാവർക്കും ഉണ്ട് ഈ സ്റ്റേജിലുള്ള വരവും പോക്കും ഒക്കെ കൊറിയോ ഒക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5:30 ആവും കിടക്കുമ്പോൾ പിറ്റേ ദിവസം ഷോ ആണ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഞാനൊക്കെ ഇങ്ങനെ ഡ്രെയിൻഡ് ഔട്ടായി തുടങ്ങിയിട്ടുണ്ടാവും, നാളെ ഷോ അല്ലേ. സാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോ പോയി നാളത്തെ മൂവീൻ്റെ വർക്ക് റെക്കോർഡിങ് ചെയ്ത് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ. അതായത് ഇവിടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ, ലൈവിൻ്റെ ഒരു മൈൻഡ് സെറ്റേ വേറെയാണ്. അത് കഴിഞ്ഞ് നേരെ സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചിലപ്പോൾ സാറ് വേറെ എന്തെങ്കിലും ഒരു പ്രസ് മീറ്റും കഴിഞ്ഞിട്ടായിരിക്കും വരിക. അതൊക്കെ നമ്മൾ അതൊക്കെ ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ്. ഈ സംസാരിക്കുമ്പോഴേ ആവശ്യമുള്ളത് മാത്രമല്ലേ പുള്ളി സംസാരിക്കുള്ളൂ, ടു ദ പോയിന്റ് ആണല്ലോ സംസാരിക്കുക. എങ്ങനെയാ ഈ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കുറച്ചേ സംസാരിക്കുള്ളൂ, പക്ഷെ സാറിന് എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ അറിയാമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളൊക്കെ ഒരു സംഭവം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുവാണെങ്കിൽ സാർ അത് എനിക്കറിയില്ല. അതായത് ഇപ്പോ ഒരുപാട് സീൻസ് ഇപ്പം പാടുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും ഒരു വരി പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറ് ഞാനിങ്ങനെ നോക്കും. അപ്പൊ സാറ് അമൃത യു സിംഗ് ദാറ്റ് ഇത് ഞാൻ ഉള്ളി പറഞ്ഞോളൂ അവിടെ കേട്ടോ അങ്ങനെ. അതേമാതിരി നമ്മളുടെ എല്ലാവരുടെയും ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ഭയങ്കരമായിട്ട്. വേറൊരു ഖത്തറിലൊരു കോൺസേർട്ടിന് പോയ സമയത്ത് അന്ന് അവിടെ ഫുൾ ഹിന്ദി ക്രൗഡാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൗത്ത് ഇന്ത്യയിൽ തന്നെ. ബാക്കി മോഹിത് ചൗഹാൻ, പിന്നെ ജാവേദ് അലി, ഇങ്ങനത്തെ ഫുൾ ടീമാണ്, ഫുൾ ഹിന്ദി ക്രൂ ആണ്. അപ്പോൾ ഷോ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ക്രൗഡിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ട്, അപ്പം ഞാനും സാറും ഇവർ മ്യൂസീഷ്യൻസ് എല്ലാവരും ഉണ്ട്. എന്നെ അവിടെ ആർക്കും അറിയില്ല, ബിക്കോസ് ഞാൻ അവിടെ എന്നെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരുത്തരോടത്തും ഇങ്ങനെ പറയാ നന്നായിരുന്നു എന്നോട് ആരും പറയണില്ല. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് യു സാങ് വെരി വെൽ അമൃത. ഓക്കെ, ഞാനപ്പം മനസ്സിലിങ്ങനെ നമ്മളൊന്നുമില്ല ഇങ്ങനെ ഒരു അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യണത് പോലും ഐ ഡോണ്ട് നോ ഇറ്റ്സ് ദെയർ. പക്ഷെ എന്നാൽ പോലും മനസ്സിൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടാവില്ലേ, ആരെങ്കിലും നമ്മുടെ അടുത്തും പറഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ തന്നെ സാറ് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എല്ലാവരും എന്നെ നോക്കി, ലൈക്ക് ഞാൻ ഒറ്റപ്പെടരുത് എന്നുള്ളൊരു, അതൊക്കെ ഒരാള് ഇങ്ങനെ ഭയങ്കരമായിട്ട്. എന്നാ അതൊന്നും സാർ അങ്ങനെ ഓവറായിട്ട് അത് കഴിഞ്ഞു. സാറ് പിന്നെ ആരോടും ഭയങ്കര ഓർഗനൈസ്ഡ് അൺനെസസറി ആയിട്ടൊന്നും ഇൻവോൾവ് ആവില്ല.
വേണ്ട സാധനങ്ങൾ കറക്റ്റ്. ഭയങ്കര വലിയൊരു ഡിക്ഷണറിയാണ് സാറ്. എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി അല്ല. ഈ എപ്പ തൊട്ട് തുടങ്ങിയതാ ഈ മാനിഫെസ്റ്റേഷൻ? അതായത് AR റഹ്മാന്റെ സംഗീതത്തിൽ ഒരു പാട്ട് ഞാൻ പാടും. പാട്ട് കേട്ട് തുടങ്ങിയ കാലം തുടങ്ങി. ഓ ഓ ഓ ലൈക്ക് സാറിൻ്റെ ചിന്ന ചിന്ന ആശയം തുടങ്ങി. ഞാൻ എന്നാണോ പാട്ട് കേട്ട് തുടങ്ങി അന്ന് തുടങ്ങി ഞാൻ സാറിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. സാറിനെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സാറിനെ കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്രയോ നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട്. ഞാൻ ആരുടെ അടുത്തും എല്ലാവരെയും ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്നാലും ആരുടെ അടുത്തും അങ്ങനെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെ അടുത്തും അങ്ങനെയൊന്നും ഞാൻ നിന്നിട്ടില്ല. അത് ചിലപ്പോൾ എനിക്ക് ചെറിയൊരു മടിയുണ്ട്. പിന്നെ ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും, അവരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സാറിൻ്റെ കേസിൽ ലൈക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയം തുടങ്ങി. പാപ്പനൊക്കെ ചെറിയ പ്രായമുള്ള സമയമായിരിക്കും. ഞാൻ സാറിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ അതിങ്ങനെ ഏതോ ത്രാഷിൽ പോവാണ്, സാറ് കാണുന്നേ ഇല്ല. അങ്ങനെ ഈ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ആടുജീവിതം റിലീസായ സമയത്ത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് ഫുൾ കമ്മ്യൂണിക്കേഷനാണ്. സാർ എൻ്റെ ഇത് ഇങ്ങനെ കേൾക്കൂ. അത് കഴിഞ്ഞു, സാറ് കേട്ടില്ല എന്ന് എനിക്കറിയാം, കണ്ടിട്ട് പോലും ഇല്ല, ഓപ്പൺ പോലും ഇല്ല. പക്ഷെ എന്നാലും അടുത്ത പാട്ട് സാർ കഴിഞ്ഞ പാട്ട് ഇങ്ങനെ ആയിരുന്നില്ല, ഇതിങ്ങനെ ഉണ്ട് എൻ്റെ കോൺവെർസ്. അപ്പോൾ ഞാൻ ഈ ആടുജീവിതത്തിലെ പാട്ടിൻ്റെ കവർ ചെയ്ത് ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് ഞാനും ഗൗതമും കൂടെ ഇങ്ങനെ പറയാം, ഇതെങ്കിലും സാറ് കേൾക്കുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ ടാഗ് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ സാർ അത് നോക്കിയിട്ടുണ്ട്. ഹാർട്ടും ഫുൾ എൻ്റെ പഴയ മെസ്സേജ് തുടങ്ങി സാറ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് അയച്ച മെസ്സേജ് തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും സാർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ എത്തിയത്. പ്യുവർ എന്താ പറയുക, സാറിന് എത്ര ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയക്കുന്നതല്ലേ. അപ്പം ഞാനിങ്ങനെ സാറിന് ഇന്നും നാളെ എല്ലാ ദിവസവും അയക്കുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അയക്കുമ്പോൾ ഞാൻ അൺസെൻഡ് ചെയ്തിട്ട് വീണ്ടും പിന്നെ ഇത് പോവൂലേ, ഈ സംഭവം സാറിന് എത്തൂല. ഇത് നമ്മളെ റിക്വസ്റ്റിലോ എങ്ങോട്ടല്ലേ പോയി കിടക്കുക. പിന്നെ ഇത്രയും ആളുകൾ മെസ്സേജ് ചെയ്യുമ്പോൾ സാറ് ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഫൈനലി ശ്രമിക്കുമല്ലേ? ഞാൻ ചാവണ വരെ ശ്രമിക്കും. ഇപ്പോൾ ഓരോ ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവരായിട്ടുള്ള ജീവിതയാത്ര, ഇത് ഇപ്പോൾ മ്യൂസിക്കൽ ജേർണീനെ ഒരു പഠിക്ക് ഇൻസ്പയർ ചെയ്യും. ഇപ്പൊ ആൻഡ്രിയ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഇത് എന്തെങ്കിലും രീതിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആക്കുകയോ അല്ലെങ്കിൽ ലൈഫിൽ വേറെ ഏതെങ്കിലും ആംഗിളിൽ കാണാൻ സഹായിക്കുകയോ? ഇപ്പൊ ഗോപിസുന്ദർ പോലെ അവരൊക്കെ ടാലൻസ് കൂടിയാണല്ലോ. ഞാൻ പറഞ്ഞത് പേഴ്സണൽ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിന് കുറച്ചുകൂടി കോമ്പോസിഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഊർജ്ജം തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മൾ അവർ ഡീൽ ചെയ്യുന്ന രീതികൾ, അവർ സംസാരിക്കുന്നത്, അതൊക്കെ എനിക്ക് ഈവൻ അത് ഏതൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, വേടനിൽ തുടങ്ങി അല്ലെങ്കിൽ റഹ്മാൻ സാറിൽ എത്തുന്ന അല്ലെങ്കിൽ പുതിയ ടാലൻറ്റഡ് ആളുകളായിക്കോട്ടെ, അവരൊക്കെ എന്താ പറയുക, എനിക്കിപ്പോഴും അവരെല്ലാവരും ഫാസിനേഷൻ തന്നെയാണ്. ലൈക്ക് അവർ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അവർ ചെയ്യണ്ടാവുക. അപ്പോൾ അതൊരു പ്രചോദനമാണ്, ലൈക്ക് എൻകറേജ്മെന്റ് ആണ്. പറഞ്ഞ പോലെ മ്യൂസിക്കൽ കരിയറിൽ ഒരു അടുത്തൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അതിൻ്റെ അപ്പുറത്ത് ഒരു ഓൺ ക്രിയേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഹൈ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടല്ലോ. അത് എത്തട്ടെ, പിഴ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ. അതെ, പെണ്ണുങ്ങളെല്ലാവരും എന്താ പറയുക, ആരെന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാണ്ട് എത്ര നാളെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കും. ഈ പിഴ എന്നുള്ള ടാഗ് അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അതിലിങ്ങനെ ഇരുന്ന് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു പുഷാണ് പിഴ. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു വിഷ്ണു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.